ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 6 ഘട്ടങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആദ്യം പയറ്റിയ തന്ത്രങ്ങളിൽ നിന്ന് മാറിയുള്ള നീക്കങ്ങളായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ പയറ്റുന്നത്. വോട്ടിംഗ് ശതമാനം അടക്കമുള്ള ഘട്ടങ്ങൾ വിശദമായി പരിശോധിച്ച് തന്ത്രങ്ങൾ മാറ്റിച്ചവിട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇനിയുള്ള ഘട്ടങ്ങളിൽ രംഗത്തിറങ്ങുന്നത്. ഗ്രൗണ്ടിൽ കണ്ടതിനേക്കാൾ തെരഞ്ഞെടുപ്പ് ചൂട് ഓൺലൈനായി കണ്ട ആദ്യഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ പാർട്ടികൾ ചിലവാക്കിയത് 36.5 കോടി രൂപയാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി പാർട്ടികൾ ഔദ്യോഗികമായി നൽകിയ പരസ്യങ്ങളുടെ തുക മാത്രമാണിത്. അനൌദ്യോഗിക പരസ്യങ്ങളും പ്രചരണങ്ങളും കൂടി കണക്കാക്കുമ്പോൾ തുക 100 കോടിയും കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ അജണ്ടകൾ, പ്രകടന പത്രിക, നേട്ടങ്ങൾ എന്നിവ പ്രചരിപ്പിക്കാൻ ഇത്തവണ സോഷ്യൽ മീഡിയ പരസ്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലും ഉപയോഗിച്ചത്. ഗൂഗിൾ, മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ പാർട്ടികൾ നടത്തിയ പരസ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയിരിക്കുന്നത് BJP ആണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് വരെ കോൺഗ്രസ് സമൂഹ മാധ്യമ പരസ്യങ്ങൾക്കായി ചിലവാക്കിയതിനേക്കാൾ 19% കൂടുതൽ തുക BJP ചിലവാക്കിയിട്ടുണ്ട്. ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെന്ററിന്റെയും മെറ്റയുടെയും മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഔദ്യോഗികമായി 14.7 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ പരസ്യങ്ങൾക്ക് വേണ്ടി BJP ചെലവാക്കിയത്. പരസ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും കണ്ടന്റുകൾ നിർമ്മിച്ചതും കൂടി പരിഗണിക്കുമ്പോൾ വീണ്ടും കോടികൾ കടക്കും ഈ കണക്ക്. ഗൂഗിളിലാണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ എത്തിയത്. BJPയുടെ 81% ഓൺലൈൻ പരസ്യങ്ങളും എത്തിയത് ഗൂഗിൾ ആഡ്സെൻസും യൂട്യൂബും വഴിയാണ്. ആദ്യഘട്ടത്തിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്ന ഏറ്റവും വലിയ സംസ്ഥാനം തമിഴ്നാടായിരുന്നു. ഇവിടെ BJPയും DMKയും വലിയ തോതിൽ ഓൺലൈൻ പരസ്യങ്ങൾ ഇറക്കിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 1.7 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്ക് വേണ്ടി BJP ചിലവാക്കിയത്. ഇതിന്റെ 10 ഇരട്ടി തുക DMK തമിഴ്നാട്ടിൽ ചെലവഴിച്ചതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും തമിഴ്നാട്ടിൽ BJPയെ കടത്തിവെട്ടിയുള്ള നീക്കങ്ങളാണ് DMK നടത്തിയതെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സംസ്ഥാനം തമിഴ്നാട്. BJPയുടെ കടന്നുകയറ്റം തടയുന്നതിന് അരയും തലയും മുറുക്കി ഇറങ്ങിയ DMKക്ക് ജയിക്കാനായതായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രാദേശിക വിഷയങ്ങൾക്ക് പുറമെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ, മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിലപാടുകൾ, ദ്രാവിഡ മോഡലിന്റെ പ്രചരണം എന്നിവയാണ് DMK വീഡിയോ പരസ്യങ്ങളിലൂടെ പ്രധാനമായും തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചത്.